Once again, welcome to Wings Online. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് 9th ഇംഗ്ലീഷിലെ സക്സസ് എന്നുള്ളൊരു പോയിന്റിൻ്റെ ഷോർട്ട് അപ്രിസിയേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം അപ്രിസിയേഷൻ ഒട്ടുമിക്ക 9th സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്നല്ലെങ്കിൽ നത്തിങ് ഡിവൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സക്സസ് എന്ന് പറയുന്ന ഈ ഒരു പോയം ആയിരിക്കും. അപ്പോൾ ഏത് വരും എന്നുള്ളതിൽ നമുക്കൊരു അഷ്വറൻസ് അത്ര കണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ ഏതെങ്കിലും വരും എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സക്സസിൻ്റെയും നത്തിങ് ഡിവൈസിൻ്റെയും അപ്രിസിയേഷൻ ശരിക്കും പഠിച്ചു വെക്കുക. അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും അറ്റൻഡ് ചെയ്യാൻ ഈ പറയുന്ന അപ്രിസിയേഷൻ മാത്രം മതി. ഇപ്പോൾ സക്സസ് എന്നുള്ളൊരു പോയതിൻ്റെ കുറച്ച് ലൈൻസ് തന്നിട്ട് അതിൽ സിമിലി ഏതാണ്, മെറ്റഫർ ഏതാണ്, അതിൻ്റെ തീം എന്താണ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലും നമുക്കിത് എളുപ്പമായിട്ട് അപ്രിസിയേഷൻ പഠിച്ച ഒരാൾക്ക് അത് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അപ്രിസിയേഷൻ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. ഏതൊരു പോയം പഠിക്കുമ്പോഴും അപ്രിസിയേഷൻ പഠിച്ച് നമ്മളൊരു കഥയുടെ സമ്മറി പഠിക്കുന്നതിന് തുല്യമാണ് അല്ലേ. സമ്മറിനേക്കാളും കുറച്ച് കൂടുതലാണ് അപ്രിസിയേഷൻ ആക്ച്വലി. സൈസിൻ്റെ കാര്യമല്ല പറയുന്നത്, പക്ഷേ ഒരു തിയറി വൈസ് അതിലുള്ള സംഭവങ്ങളല്ലേ. നമുക്കറിയാം, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, പോയിറ്റിനെ കുറിച്ച് പറയും, അതിൻ്റെ തീം പറയും, മെസ്സേജ് പറയും, പേഴ്സണൽ ഒപ്പീനിയൻ പറയും, അതിലെ പോയറ്റിക് ഡിവൈസുകളൊക്കെ നമ്മൾ സംസാരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നത്തിങ് ഡിവൈസിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ, എബൌട്ട് ദി പോയറ്റ്, അങ്ങനെ മാറ്റി നമ്മൾ പറഞ്ഞു തന്നിരുന്നു അല്ലേ. അപ്രിസിയേഷൻ തുടക്കമായതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ, ആ ഒരു നത്തിങ് ഡിവൈസ് ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞത്. ഇതിൽ നമ്മൾ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ടാക്കി പഠിക്കാൻ എളുപ്പത്തിന് പറ്റുന്ന ഒരു അപ്രിസിയേഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ സക്സസ് എന്നുള്ള ഈ ഒരു പോയം നമുക്കറിയാം ജീവിതത്തിൽ എങ്ങനെയാണ് ഒരാൾ വിജയിക്കുക, ഇതുവരെ വിജയിച്ചിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് വിജയിച്ചത് എന്നൊക്കെ പറയുന്ന ഒരു പോയമാണ് സക്സസ്. ആരാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്? ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ, HW ലോങ്ഫെല്ലോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ ആണ് സക്സസ് എന്നുള്ളൊരു പോയം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഈ പോയത്തിലൂടെ പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നമുക്കൊന്നും ജീവിതത്തിൽ കിട്ടില്ല. ഹാർഡ് വർക്കിലൂടെ തന്നെ വേണം നമുക്ക് ഈ പറയുന്ന ഓരോ കടമകളും കടക്കാൻ. ഒരു പിരമിഡിൻ്റെ മുകളിൽ എത്തലാണ് ഒരു വിജയം എന്ന് നമ്മൾ വെറുതെ ഒരു തമാശക്ക് ഒരു എക്സാമ്പിളായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൊടുമുടിയുടെ മുകളിൽ, അല്ലെങ്കിൽ ഒരു മൗണ്ടൻ ആയിക്കോട്ടെ, ഒരു പിരമിഡ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ആ മുകളിൽ എത്തണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് പാടായിരിക്കും. അപ്പോൾ പതുക്കെ കയറി, എന്നാലേ ആ ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുള്ളൂ അല്ലേ. ഇത്രയും നാൾ വിജയിച്ച ആൾക്കാരൊക്കെ ഞൊടിയിടയിൽ അങ്ങോട്ട് വിജയിച്ചവരല്ല, അല്ലെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് അവരങ്ങോട്ട് വിജയിച്ചവരല്ല. ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങിയ സമയത്ത് അവരെന്ത് ചെയ്യായിരുന്നു? അവർ അധ്വാനിക്കുമായിരുന്നു. അങ്ങനെയാണ് അവർ ഈ പറയുന്ന ഈ സക്സസ് ഒക്കെ, വിജയങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കൈവരിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ചുരുക്കത്തിൽ സക്സസ് എന്ന് പറയുന്ന പോയിന്റ്. ഇതിൽ കുറേ കമ്പാരിസൺസ് പറയുന്നുണ്ട്. വിജയത്തിന് ഈ പറയുന്ന പിരമിഡിൻ്റെ മുകളിലെത്തലാണ് വിജയം, മൗണ്ടൻ്റെ മുകളിലെത്തലാണ് വിജയം എന്നൊക്കെ നമ്മൾ എളുപ്പത്തിന് പെട്ടെന്ന് ഒരു കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പക്ഷേ ബേസിക്കലി ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം? ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു എക്സാമിന് പാസ്സാവണമെങ്കിൽ പോലും നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ. ഓൺ എക്സാമിന് പാസ്സാവണമെങ്കിലും നമ്മൾ നന്നായിട്ട് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് തന്നെ പോയത്തിൻ്റെ അപ്രിസിയേഷനിലേക്ക് പോകും. അതിന് മുമ്പ് ടീച്ചർ കൊടുത്ത മെയിൻ വേർഡ്സിൻ്റെ മലയാളം മീനിങ്ങുകളൊന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ പോയം വായിക്കുന്ന സമയത്ത് എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോർ എന്ന് പറയുന്നുണ്ടല്ലേ, ഞങ്ങൾക്ക് വിങ്സ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സോർ ചെയ്യാൻ പറ്റില്ല. എന്താണത്? ഞങ്ങൾ പക്ഷികളെ പോലെ ഉയർന്ന് പറക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സമ്മിറ്റ്സ് കൊടുമുടി, മൈറ്റി ബലമുള്ള, വെഡ്ജ് ആപ്പ്. ഈ വെഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, വെഡ്ജ് എന്തിനെ പോലെയാണെന്നാണ് പറയുന്നത്? ഈ പറയുന്ന പിരമിഡിനെ പോലെയാണ് അല്ലേ. വെഡ്ജ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? മരത്തിനെ പിളർക്കാനാണ്. ഒരു വെഡ്ജ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഷേപ്പിലൊരു സംഭവം ഉണ്ട്. ഒരു മരക്കഷ്ണത്തിൻ്റെ മുകളിൽ ഈ വെഡ്ജ് വെച്ചിട്ട് ഒരു ചുറ്റിയൊക്കെ വെച്ച് അടിച്ചാൽ ഈ മരം പിളർന്നു പോകും. അതേപോലെ തന്നെയാണ് ഈ വെഡ്ജ് പോലെ തന്നെയാണ് പിരമിഡ് ഈ പറയുന്ന ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം. ആ ഒരു സ്ഥലത്ത് ഈ ഒരു പിരമിഡ് ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് എന്താണ്, അവിടെ ഉണ്ടായ വായുവിനെ, എയറിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന പിരമിഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്ലീവ് എന്ന് പറഞ്ഞാൽ പിളർക്കുക, ജൈജാൻറ്റിക് ഭയങ്കര സൈസുള്ള ഭീമാകാരമായ, ബാസ്റ്റ്യൻസ് കോട്ട, അതേപോലെ തന്നെ ടോയിലിംഗ് അധ്വാനിക്കുന്ന, അതേപോലെ തന്നെ കമ്പാനിയൻസ് കൂട്ടാളികൾ, അറ്റൈൻഡ് നേടിയെടുത്തു. അപ്പോൾ പോയം വായിക്കുമ്പോൾ ഈ മീനിങ്സ് കിട്ടിയില്ലെങ്കിൽ ഇതിൽ നോക്കി പഠിക്കാം കേട്ടോ. അപ്പോൾ പോയം വായിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്രിസിയേഷൻ പഠിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട അപ്രിസിയേഷൻ നോക്കാം. അപ്രിസിയേഷൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴും എന്തായിരിക്കും? ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഒരാൾക്കൊരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് അല്ലേ. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഒരു പോയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാപ്റ്റർ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ. അതേപോലെ തന്നെ നമ്മളൊരു പോയത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ആയ അപ്രിസിയേഷനിൽ നമ്മൾ ഉറപ്പായിട്ടും എഴുതണം. നോക്കി, The poem Success is written by HW Longfellow. അപ്പോൾ നമ്മളിവിടെ HW Longfellow എന്ന് പറഞ്ഞാൽ മതി, അത്രയും വലിയ പേര് നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ദി പോയം സക്സസ്
സക്സസ് എന്ന് പറയുന്ന ഈ പോയം എഴുതിയിരിക്കുന്നത് റിട്ടേൺ ബൈ H.W. ലോങ്ഫെല്ലോ, ഹു ഇസ് എൻ അമേരിക്കൻ പോയിറ്റ്. ഒരു അമേരിക്കൻ കവിയായ H.W. ലോങ്ഫെല്ലോ ആണ് സക്സസ് എന്നുള്ള ഈ പോയം എഴുതിയിരിക്കുന്നത്. ദ സെൻട്രൽ തീം ഈസ് അബൌട്ട് സെറ്റിംഗ് ഗോൾസ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ ആശയം എന്ന് പറയുന്നത് സെറ്റിംഗ് ഗോൾസ് വെക്കുക ആൻഡ് വർക്കിംഗ് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടാവും, എന്നിട്ട് ആ ലക്ഷ്യം കീഴടക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഡോണ്ട് ഹാപ്പൻ സഡൻലി ബട്ട് സ്ലോലി ത്രൂ പെർസീവറൻസ്. ഈ പറയുന്ന വലിയ വലിയ നേട്ടങ്ങൾ ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവുന്നില്ല, പക്ഷെ എങ്ങനെയാണ്, ബട്ട് സ്ലോലി, പതുക്കെ, ത്രൂ പെർസിവറൻസ്, സ്ഥിരോത്സാഹത്തോടു കൂടി പതുക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഏതൊരു മനുഷ്യനും അയാളുടെ ജീവിതത്തിലെ ഈ പറയുന്ന എന്തുണ്ടാവുന്നത്, സക്സസ്, ഈ പറയുന്ന വിജയങ്ങൾ കൈവരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ കീഴടക്കുന്നത്. ഇതാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇവിടെ പോയിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്, സെൻട്രൽ തീം, മെയിൻ ആശയം എന്താണെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നു. ദ പോയിറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ്, ഈ പോയിറ്റ്, നമ്മളെ പോയിറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ്, ദാറ്റ് ടു റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ് ഇൻ ലൈഫ്. അപ്പോൾ പോയിറ്റ്, നമ്മുടെ കവി കുറച്ച് കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. ദാറ്റ് ടു റീച്ച് ഗ്രേറ്റ് ഹൈറ്റ്സ് ഇൻ ലൈഫ്, ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ വി ഡോണ്ട് നീഡ് വിങ്സ് ടു സോർ, അതിനു വേണ്ടി നമുക്ക് ചിറകുകളുടെ ആവശ്യമില്ല. ഉയർന്ന് പറക്കാൻ നമുക്ക് ഈ പറയുന്ന ചിറകുകളുടെ ആവശ്യമില്ല. വി ഹാവ് ഫീറ്റ് ടു ക്ലൈംബ്, പക്ഷെ എന്തുണ്ട്, നമുക്ക് നമ്മുടെ കാലുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ അതിൻ്റെ മുകളിൽ കയറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉയരങ്ങളിൽ എത്താൻ വേണ്ടി നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ചിറകുകളുടെ ആവശ്യമില്ല, പക്ഷെ എന്തുണ്ട്, നമുക്ക് കാലുകളുണ്ട്, നമുക്ക് ക്ലൈംബ് ചെയ്ത് കയറാവുന്നേ ഉള്ളൂ. He says, great men reach heights not by a sudden leap but by working hard. അപ്പോൾ അതോടൊപ്പം നമ്മൾ ലോങ്ഫെല്ലോ പറഞ്ഞു വെക്കുന്നത് ഈ വലിയ വലിയ മനുഷ്യന്മാർ, ഈ പറയുന്ന ഉയരങ്ങൾ കീഴടക്കിയ ആൾക്കാർ, റീച്ച് ഹൈറ്റ്സ്, ഇവർ ഈ വലിയ വലിയ ഹൈറ്റിലെത്തിയത് എങ്ങനെയാണ്, നോട്ട് ബൈ സഡൻ ലീവ്, ഒറ്റ ചാട്ടത്തിനൊന്നും അങ്ങോട്ട് എത്തിയവരല്ല, ബട്ട് ബൈ വർക്കിംഗ് ഹാർഡ്, കഷ്ടപ്പെട്ട്. ബാക്കിയുള്ള വൈൽ അതേഴ്സ് ലെഫ്റ്റ്, ബാക്കിയുള്ള കൂടെയുള്ള കൂട്ടാളികളൊക്കെ ഉറങ്ങുമ്പോൾ ഇയാൾ എന്ത് ചെയ്യായിരുന്നു, കഷ്ടപ്പെടുമായിരുന്നു, അധ്വാനിക്കായിരുന്നു. അങ്ങനെയാണ് ഈ വലിയ വലിയ വിജയിച്ച ആൾക്കാർ എങ്ങോട്ട് എത്തിയത്, മുകളിലേക്ക് എത്തിയത്, അതായത് വിജയിച്ചത്, ജീവിതത്തിൽ വിജയിച്ചത്. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. നമ്മളെപ്പോഴും പറയുന്നതല്ലേ, സക്സസ്, വിജയിക്കാനായിട്ടൊരു ഷോർട്ട് കട്ടും ഇല്ല അല്ലേ. ഒരു മന്ത്രവാദം ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല. വിജയിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, എന്താണത്, ഈ പറയുന്ന ഹാർഡ് വർക്ക് ചെയ്യുക, കഷ്ടപ്പെടുക. ഒരു ഷോർട്ട് കട്ടും ഇല്ല, കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. എക്സാമിന് മാർക്ക് മേടിക്കാൻ എന്ത് ചെയ്യണം, പഠിക്കണം അല്ലേ. വേറൊരു ഷോർട്ട് കട്ടും നമ്മുടെ മുമ്പിലില്ല. അടുത്ത നോക്കാം കേട്ടോ. ആദ്യം ഇത്രയും പഠിക്കുക, പിന്നെ ഇത്രയും പഠിക്കുക. ഇനിയിപ്പോൾ ഈ ഭാഗം നോക്കാം നമുക്ക്. ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിറ്റിക് ഡിവൈസുകളൊക്കെ പറയുന്നത് കേട്ടോ. ദ പോയിറ്റ് യൂസസ് എക്സാമ്പിൾസ് ഓഫ് പിരമിഡ്സ്, സ്കൈ ഹൈ മൗണ്ടെയിൻസ്, കമ്പയർ ഹ്യൂമൻസ് വിത്ത് ബേർഡ്സ് ഇൻ ദ പോയം. അപ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ജീവിതത്തിൽ വിജയിക്കുന്നതിനെ എന്തിനോടാണ് നമ്മളെ പോയത്തിൽ താരതമ്യം ചെയ്യുന്നത്, ഒരു പിരമിഡിന്റെ മുകളിൽ എത്തലാണ് വിജയം എന്ന് വെറുതെ തമാശക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പിരമിഡിന്റെ മുകളിൽ എത്തിയാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു, അങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ പോയിറ്റ് യൂസ് ചെയ്തേക്കുന്ന എക്സാമ്പിൾസ് ആണ്. ദ പോയിറ്റ് യൂസസ് എക്സാമ്പിൾസ് ഓഫ് പിരമിഡ്സിനെ പറ്റി പറയുന്നുണ്ട്. സ്കൈ ഹൈ മൗണ്ടെയിൻസ്, ഈ പറയുന്ന ആകാശത്തോളം പൊക്കത്തിലുള്ള എന്തുണ്ട്, മലകളെ കുറിച്ച് പറയുന്നുണ്ട്. കമ്പയർ ഹ്യൂമൻ വിത്ത് ബേർഡ്സ്, മനുഷ്യന്മാരെ പക്ഷികളോട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മൂന്നിനെയാണ് എക്സാമ്പിൾ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നത്. മെറ്റഫോർ സച്ച് ആസ് കമ്പയറിംഗ് സക്സസ് ടു ക്ലൈംബിംഗ് എ മൗണ്ടെയിൻസ്. ഒരു മെറ്റഫോർ എന്താണ്, തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത രണ്ട് സാധനങ്ങളെ ഉറപ്പിച്ച് അങ്ങോട്ട് കമ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ മെറ്റഫോർ ഏതൊക്കെയാണ്, കമ്പയറിംഗ് സക്സസ് ടു ക്ലൈംബിംഗ് മൗണ്ടെയിൻ, ഈ പറയുന്ന ഒരു മൗണ്ടെയിനെയോ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കയറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെ ക്ലൈംബ് ചെയ്യുക, അതാണ് സക്സസിനോട് ഇവർ കമ്പയർ ചെയ്ത് വെക്കുന്നത്. ഈ ക്ലൈംബ് ചെയ്ത് മൗണ്ടെയിൻ്റെ മുകളിലെത്തിയ സക്സസ് ആയി. അതേപോലെ തന്നെ ക്ലൈംബ് ചെയ്ത് ഈ പറഞ്ഞ സ്റ്റെപ്പ് ആണെങ്കിൽ സ്റ്റെപ്പ് ഇങ്ങനെ കയറി അതിൻ്റെ മുകളിലെത്തിയാൽ അതൊരു എന്താവും, ഈ പറയുന്ന പിരമിഡിൻ്റെ മുകളിലെത്തലോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിലെത്തലോ സക്സസ് ആണെന്നാണ് ഇവിടെ കമ്പയർ ചെയ്ത് വെക്കുന്നത്. ക്രിയേറ്റ് വിവിഡ് മെന്റൽ പിക്ചേഴ്സ്, അതേപോലെ നല്ല ക്ലിയർ ആയിട്ട് ഈ പറയുന്ന സംഭവം കൊണ്ടുള്ള ഉപകാരം വേണ്ടേ. ഒരു മൗണ്ടെയിൻ്റെ മുകളിൽ എത്തിയാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറയാൻ കാരണം, ഇതിൽ അങ്ങനെ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്യാൻ കാരണം ഒരു കാരണമില്ലാണ്ട് നമുക്കറിയാം ഒരു പോയിട്ട് അത് യൂസ് ചെയ്യില്ല എന്നല്ലേ. അയാളത് ഉദ്ദേശിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു
vivid mental pictures and convey the idea of gradual progress and challenges. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചലഞ്ചസിനെയൊക്കെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് പതുക്കെ ഹാർഡ് വർക്ക് ചെയ്ത് എത്തണം എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിൾ എടുത്തത്, മൗണ്ടൈൻ്റെ എക്സാമ്പിൾ എടുത്തത്, അതേപോലെ തന്നെ പിരമിഡിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മുടെ പോയിട്ട് എടുക്കാൻ കാരണം അതാണ്. കാരണം എന്താണ്, ഇതിൽ വെറുതെ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഈ പിരമിഡിൻ്റെ മുകളിൽ എത്തിയാൽ ആ ഫോട്ടോയിൽ കാണുന്ന ആൾ വിജയിക്കും. നമ്മൾ ടെക്സ്റ്റൈൽ ഫോട്ടോ ഇല്ല ഒരാളുടെ, അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി അയാൾ വിജയിക്കും. ആ ഒരു സംഭവം പോലെ തന്നെയാണ് ഇവിടെയും ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. Similes like wedge like cleave that desert airs. അപ്പോൾ സിമിലി യൂസ് ചെയ്തേക്കാൻ എവിടെയാണ്? ലൈക്ക് എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ സിമിലി ഉണ്ട്. ആസ്, ലൈക്ക്, സോ ഉണ്ടെങ്കിൽ എന്താണ് സിമിലി ഉണ്ട്. വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയേഴ്സ്. നമുക്കറിയാം മരം ഈ പറയുന്ന സംഭവത്തിനെ ഈ ഒരു ആപ്പ് എന്ന് പറയുന്ന വെഡ്ജ് വെക്കുമ്പോൾ മരം പിളർക്കുന്ന പോലെ ഡെസേർട്ടിൽ ഈ പറയുന്ന പിരമിഡ് വെക്കുമ്പോൾ ഡെസേർട്ട് എയർ സ്പ്ലിറ്റ് ആവുന്ന കാര്യം അതെന്താണ്? അതൊരു സിമിലിയാണ്. ആഡ് ഡിസ്ക്രിപ്റ്റീവ് പവർ ടു ദ ഇമേജറി. ഇതൊക്കെ എന്താണ്? ഇമേജറിക്ക് വളരെ ഒരു പവർഫുള്ളായിട്ട് തോന്നിപ്പിക്കും നമ്മുടെ പോയം. ദ യൂസ് ഓഫ് അലിട്രേഷൻ ആസ് ഇൻ സോളിഡ് ബാസ്റ്റിയൻസ് ഓഫ് ദി സ്കൈ. അതേപോലെ തന്നെ അലിട്രേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോളിഡ് ബാസ്റ്റിയൻസ് ഓഫ് ദി സ്കൈസ് ക്രിയേറ്റ്സ് എ മ്യൂസിക്കൽ ക്വാളിറ്റി. ഈ രണ്ട് ലൈൻസിലാണ് അലിട്രേഷൻ വന്നിരിക്കുന്നത്. ലാസ്റ്റത്തെയാണ് റൈം സ്കീം. Rhyme scheme of the poem is ABAB. The tone of the poem is motivational and encouraging. Rhyme scheme നമ്മൾ നോക്കിയിരുന്നല്ലേ പോയി എടുത്തപ്പോൾ ഏതായിരുന്നു? ABAB. അതേപോലെ തന്നെ ടോൺ, ഒരു പാടുമ്പോൾ ഒരു രീതി ഉണ്ടാവില്ലേ, ആ ഒരു ടോണൊക്കെ എന്താണ്? വളരെ മോട്ടിവേഷണലും എൻകറേജിങ്ങും ആയിരുന്നു. അതേപോലെ ഒരാൾക്ക് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുക. സൂപ്പറാണ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ പലർക്കും തോന്നും ഇതേപോലെ നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കണം അല്ലേ. ആ ഒരു മോട്ടിവേഷൻ തരാനും ഒരു എൻകറേജ്മെൻറ്റ് തരാനും HW ലോങ്ഫെല്ലോക്ക് ഈ പോയത്തിൽ കൂടെ സാധിച്ചിട്ടുണ്ട്. I love the poem very much because it gives a good message and motivates me to work hard to attain my goal. അപ്പോൾ നോക്കിയേ, ലാസ്റ്റ് ആണ് അപ്രിസിയേഷൻ്റെ ലാസ്റ്റ് ആണ് അല്ലേ. അപ്രിസിയേഷൻ്റെ ലാസ്റ്റ് നമുക്കറിയാം എന്തായിരിക്കണം? പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കണം. അപ്പോൾ എന്താണ് നമ്മൾ എപ്പോഴും എഴുതുന്ന പോലെ ഐ ലൈക്ക് ദ പോയം, ഐ ലവ് ദ പോയം. ഇവിടെ ടീച്ചർ ഐ ലവ് ദ പോയം എന്നാണ് എഴുതിക്കുന്നത്. ഐ ലവ് ദ പോയം, എനിക്ക് ഈ പോയം വളരെയധികം ഇഷ്ടപ്പെട്ടു. ബിക്കോസ് കാരണം എന്താണ്? ഇറ്റ് ഗിവ്സ് എ ഗുഡ് മെസ്സേജ്. ഇത് വളരെ നല്ലൊരു സന്ദേശമാണ് ഞങ്ങൾക്ക് തരുന്നത്. എന്താണ്? ആൻഡ് മോട്ടിവേറ്റ്സ് മീ ടു വർക്ക് ഹാർഡ് ടു അറ്റൈൻ മൈ ഗോൾ. എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എന്നെ മോട്ടിവേറ്റ് ചെയ്യാണ്. എങ്ങനെ? ഹാർഡ് വർക്ക് ചെയ്യും, നിനക്ക് നിൻ്റെ ഗോളിലേക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് പറഞ്ഞു തന്ന, എന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു പോയം കൂടിയാണ് ഈ പറയുന്ന സക്സസ് എന്ന് പറയുന്ന ഈ പോയം. നോക്കിയേ, വളരെ ചെറുതാക്കിയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് കട്ട് ഷോട്ട് ചെയ്യരുത്. നമുക്കൊരു 7 മാർക്കിനൊക്കെയാണ് സാധാരണ അപ്രിസിയേഷൻ ചോദിക്കാറ്. ഈ പറയുന്ന ഇവിടെ വരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂട്ടാം. നമ്മൾ ഈ പറയുന്ന കുറച്ച് സംഭവങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ലേ പോയത്തിലെ, എന്തൊക്കെയായിരുന്നു കുറച്ച് ആ ഒരു സമ്മറി പാർട്ട്, അതൊന്നും വേണമെങ്കിൽ ഇവിടെ കൂട്ടിയാൽ നല്ലതാണ്. പക്ഷേ ഇത് ഒട്ടും കുറക്കാൻ പാടില്ല. ഇവിടെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു ചെറിയ സമ്മറിയാണ് തന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? പോയറ്റിക് ഡിവൈസുകളുണ്ട്, ഈ പറയുന്ന റൈം സ്കീം ഉണ്ട്, ടോൺ ഉണ്ട്, പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം നമ്മളിവിടെ ഷോർട്ട് ആക്കി തന്നിട്ടുണ്ട്. പഠിക്കാൻ എളുപ്പത്തിനാണ് ഒരു ഷോർട്ട് അപ്രിസിയേഷൻ തന്നത്. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായിട്ടും എക്സാമിന് വരും.